എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫ് കൂർക്ക കോമ്പിനേഷൻ റെസിപ്പിയാണ്. മൈ നെയിം ഈസ് ശംഭു ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ബീഫ് കൂർക്കയായിട്ടുള്ള റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബീഫും കൂർക്കയും തമ്മിലുള്ള കോമ്പിനേഷനാണ്. ഇത് നോർമലി തൃശ്ശൂർ അങ്കമാലി സൈഡുകളിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക. വളരെ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാനും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം. ബീഫിലേക്ക് വേണ്ട കൂർക്ക നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുകയും അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് 10 തൊട്ട് 15 മിനിറ്റ് വരെ നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3/4 കിലോ ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ജിഞ്ചർ ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത്, നിങ്ങൾക്ക് കൊത്തിയരി അല്ലെങ്കിൽ നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 2 തണ്ട് കരിവേപ്പില ചേർക്കുന്നുണ്ട്. കൂടാതെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നോർമലി ബീഫിൽ നമ്മൾ വേവിക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും, അപ്പോൾ വീണ്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ആ വെള്ളം മതി. പക്ഷേ ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനൊരു ആക്ച്വലി ബീഫ് വേവുന്നത് വരെ, ഇതിൻ്റെ ഒരു കറക്റ്റ് വേവുന്നത് വരെ, ചില കുക്കറിനെ ബേസ് ചെയ്തിട്ടും നിങ്ങളുടെ തീയുടെ ഫ്ലെയിമിനൊക്കെ ബേസ് ചെയ്തിൻ്റെ കുക്കറിന് വേണ്ട വിസിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം. അപ്പോൾ അതിൻ്റെ ശരിക്കും ബീഫ് ഒന്ന് നന്നായി വെന്ത് വരണേ നമുക്കിതിനെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സും കൂടി ഒന്ന് അറിയിക്കുക. ഒരു ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ഉരുളി എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടി നോൺ സ്റ്റിക്ക് ചട്ടിയോ അല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയോ അങ്ങനെ ഏത് ചട്ടിയോ നിങ്ങളുടെ കയ്യിലുള്ള ഏതാച്ച് അടി കട്ടിയുള്ളൊരു ചട്ടി ഉപയോഗിക്കാം. അതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി കട്ട് ചെയ്തതും അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തതും ചേർത്തതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഞാനൊരു 4 മീഡിയം സൈസുള്ള സവോള ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. കൂടാതെ ഒരു 4 തണ്ട് കരിവേപ്പില ചേർക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. കൂടാതെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂർക്ക വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിക്കണം, ഉപ്പ് കൂടാതെ നോക്കണം. അപ്പോൾ ഇതിൻ്റെ നന്നായിട്ട് ഇതൊന്ന് ഉള്ളി ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 3/4 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് മൂന്നും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇതിൽ വഴറ്റിയെടുക്കാം. ഒന്ന് പച്ചമണം ഒന്ന് ഒരു 10-15 സെക്കൻഡ് നമ്മൾ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നതിന് ശേഷം ഒരു 2 തക്കാളി ഞാൻ ചെറുതായി കട്ട് ചെയ്ത 2 തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതിൽ തക്കാളിയും കൂടി ചേർത്ത് നമുക്കിതിനൊന്ന് നന്നായിട്ടൊന്ന് തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കിതിനൊന്ന് അടച്ച് വെച്ചിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അതിന്. അപ്പോൾ തക്കാളി എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫും അതുപോലെ തന്നെ കൂർക്കയും നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിലിത്തിരി വെള്ളം കൂടുതലാണ് നമുക്കിപ്പോൾ വരുന്നത്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റെങ്കിലും നന്നായിട്ടിതൊന്ന് വെന്ത് ഇതിലെ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കൂർക്ക കൂടി ചേർക്കാം.
വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ബീഫിൻ്റേത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നമുക്കിതിനൊന്ന് ഒരു 15 മിനിറ്റ്സ് നമുക്കിതിനൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നമുക്കിതിനെ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് കരിവേപ്പിലയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശരിക്കും ഈ ബീഫ് ഒന്നും കൂടെ ഡ്രൈ ആവുന്നത് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിച്ച് ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-6 മിനിറ്റ് കൂടി നമുക്കിതിനൊന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ആക്ച്വലി ഇത് ഓൾറെഡി എല്ലാം ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ള ഈ വെള്ളം കൂടി ഒന്ന് കുറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് തുറന്ന് വെച്ച് നമുക്കൊരു 4-5 മിനിറ്റ് കൂടി നമുക്കിതിനൊന്ന് ഇതിൻ്റെ വെള്ളം ഒന്ന് കുറയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബീഫ് കൂർക്ക കോമ്പിനേഷനാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ റെസിപ്പി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കൂടി നമുക്കിതിനൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ബീഫെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് അതിൻ്റെ ഗ്രേവിയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റ് ആയുള്ളൊരു ബീഫ് കൂർക്ക ഇട്ട് വെച്ചൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അതുപോലത്തെ നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ഇനി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.